അങ്ങനെ അന്നേ ദിവസം രാവിലെ കൃത്യം 10 മണിയായപ്പോഴേക്കും സുഭദ്ര വക്കീൽ ഗോപകുമാറിൻ്റെ ഓഫീസിൽ പണവുമായി എത്തിച്ചേർന്നു. എന്നാൽ ആ സമയം വക്കീൽ തൻ്റെ സീറ്റിലുണ്ടായിരുന്നില്ല. എങ്കിലും സുഭദ്ര ഒട്ടും മടി കാണിക്കാതെ വക്കീൽ വരുന്നതുവരെ ഓഫീസിന് പുറത്തുള്ള ബെഞ്ചിൽ തന്നെ കാത്തുനിന്നു. കുറച്ചു നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ വക്കീൽ ഗോപകുമാർ തൻ്റെ കാറിൽ കയറി ഓഫീസിലേക്ക് വന്നു കയറി. സുഭദ്രയെ കണ്ടതും അദ്ദേഹം അകത്തേക്ക് വരാൻ പറഞ്ഞു. സുഭദ്രയെ, കുറെ നേരമായോ എത്തിയിട്ട്? വക്കീൽ ചോദിച്ചു. ഇല്ല വക്കീലെ, അവൾ കുറച്ചധികം എളിമ കാണിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ പുറമെ എത്രമാത്രം എളിമ നടിച്ചാലും അവളുടെ മനസ്സ് മുഴുവൻ വേറെ പല ചതിക്കുഴികളും മെനയുകയായിരുന്നു. മനസ്സിൽ അവൾ സ്വയം പറഞ്ഞുറപ്പിച്ചു, ഈ 5 ലക്ഷം രൂപയും ഞാൻ ഇപ്പോൾ അങ്ങോട്ട് തന്നെ കൊടുത്തേക്കാം. ബാക്കി തുക എന്തായാലും 1 വർഷം കഴിഞ്ഞാൽ ഈ കരാറിനൊക്കെ ശേഷം കൗരിയിൽ നിന്നും പല വഴിക്ക് ഞാൻ കൈക്കലാക്കിക്കൊള്ളാം വക്കീലെ. ഈ സുഭദ്ര ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവളുടെ ഉള്ളിലെ ആ കറുത്ത ചിന്തകൾ പുറത്തു കാണിക്കാതെ വക്കീലിന്റെ പിന്നാലെ സുഭദ്രയും അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് നടന്നു കയറി. ക്യാബിനിൽ പ്രവേശിച്ച ഉടൻ തന്നെ വക്കീൽ തന്റെ കസേരയിലേക്ക് ഇരുന്നു. സുഭദ്രയോട് തന്റെ മുന്നിലെ ചെയറിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ ചോദിച്ചു. എന്താ സുഭദ്രേ, ക്യാഷ് കയ്യിലുണ്ടോ? അതോ ഇനിയും അവധി നീട്ടി ചോദിക്കാനാണോ വന്നത്? സുഭദ്ര ഒരു ചെറുചിരിയോടെ വക്കീലിനോട് പറഞ്ഞു. ഏയ് അല്ല വക്കീലെ, എനിക്കൊരവധിയും വേണ്ട. ഞാൻ ക്യാഷ് തിരികെ നൽകാൻ വന്നതാണ്. അതും പറഞ്ഞ് സുഭദ്ര താൻ കയ്യിൽ കരുതിയിരുന്ന പണം അടങ്ങിയ ബാഗ് വക്കീലിന്റെ നേരെ നീട്ടിവെച്ചു. വക്കീൽ സുഭദ്രയിൽ നിന്നും ക്യാഷ് വാങ്ങി അതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി തുക കൃത്യമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം വക്കീൽ അത് മേശപ്പുറത്ത് വെച്ചു. കുറച്ചു കഴിഞ്ഞതും സുഭദ്ര ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി. സുഭദ്ര പോയി കഴിഞ്ഞതും വക്കീൽ തന്റെ മുന്നിലിരുന്ന ഫോൺ എടുത്ത് കാർത്തിക്കിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഓഫീസിലിരിക്കെ വക്കീലിന്റെ കോൾ വരുന്നത് കണ്ടതും കാർത്തിക് ഉടൻ തന്നെ ഫോൺ എടുത്തു. ഹലോ വക്കീലെ. കാർത്തിക് ഫോൺ എടുത്തു സംസാരിച്ചു. ഹലോ കാർത്തിക്, ഞാൻ വിളിച്ചത് ആ പണത്തിൻ്റെ കാര്യം പറയാനാണ്. സുഭദ്ര ഇപ്പോൾ ഇവിടെ വന്നിരുന്നു. വക്കീൽ ഫോണിൻ്റെ മറുതലക്കലുള്ള കാർത്തിക്കിനോട് പറഞ്ഞു. വക്കീലിൻ്റെ ആ വാക്കുകൾ കേട്ടതും കാർത്തിക് പെട്ടെന്നൊന്ന് ഗൗരവത്തിലായി. അവൻ്റെ മനസ്സിൽ ആശങ്കയോടെ അവൻ ചോദിച്ചു. വക്കീലെ, അവർ പണം കൊണ്ടുവന്നോ? അതോ ഇനിയും പുതിയ വല്ല നാടകവുമായി വന്നോ? ഉവ് കാർത്തിക്, പറഞ്ഞ തുക മുഴുവൻ അവർ ക്യാഷായി തന്നെ തന്നിട്ടുണ്ട്. ഞാൻ അതൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി വാങ്ങിവെച്ചിട്ടുണ്ട്. ആ പ്രശ്നം ഇപ്പോൾ പൂർണ്ണമായി തീർന്നിരിക്കുന്നു. വക്കീൽ വ്യക്തത വരുത്തി. ശരി വക്കീലെ, അത് നന്നായി. ഇനി ആ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? ഇല്ല കാർത്തിക്, അതിനെക്കുറിച്ച് നീ ഒന്നും പേടിക്കേണ്ട. അതൊക്കെ ഞാൻ നോക്കിക്കോളാം കാർത്തിക്. ആ കാര്യത്തിൽ നീ പേടിക്കേണ്ടതില്ല. അവർ ഇനി ഗൗരിക്കെതിരെ ഒരു നാടകവും കളിക്കില്ല. പിന്നെ കാർത്തിക്, ഈ ക്യാഷ് എന്ത് ചെയ്യണം? വക്കീലെ, ഞാൻ ഉച്ച കഴിഞ്ഞ് ഓഫീസിൽ നിന്നും ഇറങ്ങുമ്പോൾ നേരിട്ട് അങ്ങോട്ടേക്ക് വരാം. അത് ഗൗരിയുടെ ആവശ്യത്തിനായി കൊടുത്തതല്ലേ. ആ തുക ഗൗരിയുടെ പേരിൽ തന്നെയുള്ള അക്കൗണ്ടിൽ നേരിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. കാർത്തിക് വളരെ വ്യക്തതയോടെ വക്കീലിനോട് പറഞ്ഞു. തീർച്ചയായും കാർത്തിക്, അതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. ആ തുക അവളുടെ അക്കൗണ്ടിൽ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഭാവിയിലേക്കും ഗുണം ചെയ്യും. നീ ഉച്ച കഴിഞ്ഞ് വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ശരി വക്കീലെ, എങ്കിൽ പിന്നെ നമുക്ക് ഉച്ചക്ക് ഓഫീസിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് കാർത്തിക് ഫോൺ കട്ട് ചെയ്തു. ഗൗരിയുടെ ഭാവിയെ കരുതിയും അവളുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയും ആ തുക നേരിട്ട് കൈപ്പറ്റി അവളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ നിക്ഷേപിക്കാമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗൗരിയുടെ കയ്യിലെ സ്റ്റിച്ചൊക്കെ ഡോക്ടർ എടുത്തുമാറ്റി. മുറിവൊക്കെ പൂർണ്ണമായി ഉണങ്ങിയിരുന്നു. കോളേജിൽ ക്ലാസുകൾ തുടങ്ങുന്ന ദിവസവും അടുത്തു. ഗൗരിക്ക് തൻ്റെ കോളേജ് ജീവിതം വീണ്ടും തുടങ്ങുന്നതിൻ്റെ വലിയ സന്തോഷമായിരുന്നു. ഗൗരി അന്നേ ദിവസം പതിവിലും നേരത്തെ ഉണർന്നു. അപ്പോഴും കാർത്തിക് നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഉണർന്നു പോകാതിരിക്കാൻ അവൾ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ വളരെ പതുക്കെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. തുടർന്ന് അവൾ നേരെ താഴെയുള്ള പൂജാമുറിയിലേക്ക് ചെന്നു. പ്രകാശപൂരിതമായ ആ ചെറിയ മുറിയിൽ അവൾ ഭക്തിയോടെ നിലവിളക്ക് കൊളുത്തി തൊഴുതു. തൻ്റെ പുതിയ കോളേജ് ജീവിതം നല്ല രീതിയിൽ തുടങ്ങാൻ കഴിയണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ അവിടെ കുറച്ചുനേരം നിന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അവൾ നേരെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ കല്യാണിയമ്മ രാവിലത്തെ ജോലികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഗൗരിയെ അത്രയും നേരത്തെ അടുക്കളയിൽ കണ്ടതും കല്യാണിയമ്മ അത്ഭുതത്തോടെ ചോദിച്ചു. ആഹാ മോളെ, ഇന്ന് നിന്റെ കോളേജ് തുറക്കുന്ന ദിവസമല്ലേ? അതിനാണോ നീ ഇത്രയും നേരത്തെ എണീറ്റേ? അത് കേട്ട് ഗൗരി നാണത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ല കല്യാണമ്മേ, കല്യാണമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അത് കേട്ടതും ഗ്യാസ് അടുപ്പിൽ നിന്നും ചായയും കപ്പിലേക്ക് ഒഴിച്ചുകൊണ്ട് കല്യാണിയമ്മ പറഞ്ഞു. എൻ്റെ മോൾ അതിനൊന്നും ഇന്ന് അടുക്കളയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് നീ അടുക്കളയിൽ വന്ന് പണിയെടുക്കാൻ നിൽക്കുകയാണോ? ഇതിപ്പോൾ നല്ല കഥയായി.
കപ്പിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അത് ഗൗരിക്ക് നേരെ നീട്ടി കല്യാണിയമ്മ. ദേ, ഈ ചായ കുടിച്ച് വേഗം പോയി കോളേജിൽ പോകാനുള്ള ബുക്കൊക്കെ റെഡിയാക്കാൻ നോക്ക്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കല്യാണമ്മ നോക്കിക്കോളാം. അങ്ങനെ കല്യാണമ്മയുടെ ആ സ്നേഹനിർഭരമായ വാത്സല്യത്തിന് മുന്നിൽ ഗൗരി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും മുകളിലെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടാണ് കാർത്തിക് ഉറക്കത്തിൽ നിന്നും കണ്ണുകൾ ചിമ്മി തുറന്നത്. തലയിൽ കൂടി മൂടിയിരുന്ന പുതപ്പെടുത്തു മാറ്റി ഉറക്കച്ചുവയോടെ അവൻ ബെഡിൽ എണീറ്റിരുന്നു. തുടർന്ന് നീലയും വെള്ളയും കലർന്ന ചുരിദാർ അണിഞ്ഞ് നെറ്റിയിൽ ആ ചെറിയ പൊട്ടോടുകൂടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഗൗരിയെ അവൻ കണ്ടു. ആ കാഴ്ചയോടെ അവൻ്റെ ഉറക്കച്ചുവയൊക്കെ നിമിഷ നേരം കൊണ്ട് എങ്ങോട്ടോ മറഞ്ഞുപോയി. രാവിലെ തന്നെ അവളുടെ ആ തിളങ്ങുന്ന രൂപം അവൻ്റെ കണ്ണുകളിലേക്ക് അടിച്ചു കയറിയപ്പോൾ അവൻ്റെ നെഞ്ചിൽ ഒരു വട്ടം കൂടി പ്രണയം മലയടിച്ചുയർന്നു. ഉറക്കത്തിൻ്റെ മാന്ദ്യമൊക്കെ മാറി അവൻ്റെ കണ്ണുകളിൽ അവളോടുള്ള അടങ്ങാത്ത സ്നേഹവും കൗതുകവും നിറഞ്ഞു. ആ നിമിഷം അവളെ തന്നെ കണ്ണു ചിമ്മാതി നോക്കി നിന്നപ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അനുഭൂതിയും സന്തോഷവും അലതല്ലിക്കൊണ്ടിരുന്നു. ലോകം മറന്ന് അവളെ തന്നെ നോക്കിയിരിക്കുന്ന കാർത്തികിനെ കണ്ടതും ഗൗരിയുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അവൾ ലജ്ജയോടെ തല താഴ്ത്തി പുഞ്ചിരിച്ചു. ആ ചെറിയ പുഞ്ചിരി അവൻ്റെ ഹൃദയത്തെ വല്ലാതെ കീഴടക്കി. പെട്ടെന്ന് കാർത്തിക് താൻ ബെഡിലാണെന്ന ബോധം വന്നുകൊണ്ട് ഒന്ന് ചുമച്ചു. എന്നിട്ട് ഗൗരിക്ക് നേരെ ഒരു കുസൃതി ചിരിയോടെ ചോദിച്ചു, എന്താടോ, ഇന്ന് കോളേജിലേക്ക് പോക്കൊക്കെ ഉണ്ടല്ലോ, ഇന്നലെ ഉറങ്ങിയില്ലേ ഗൗരിക്കുഞ്ഞെ? ഇത്ര നേരത്തെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ഗൗരി മുഖത്തൊരു ചെറിയ ചിരി വരുത്തിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു. ഉറക്കമൊക്കെ എപ്പോഴേ കഴിഞ്ഞു കാർത്തികേട്ടാ. പിന്നെ കോളേജിൽ പോകുന്ന ആദ്യത്തെ ദിവസമല്ലേ, അതും ഇത്രയും കാലത്തെ ഇടവേളയ്ക്ക് ശേഷം. അപ്പോൾ പിന്നെ നേരത്തെ എണീറ്റു. എന്നാ പിന്നെ നീ റെഡി ആയിക്കോ ഗൗരി, ഞാൻ ഓഫീസിൽ പോകും വഴി നിന്നെ കോളേജിലാക്കാം. ഇന്ന് ഫസ്റ്റ് ഡേ അല്ലേ? കാർത്തിക് അവളുടെ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഗൗരിയുടെ മുഖത്ത് സന്തോഷം വിടർന്നു. ആ വലിയ ആഗ്രഹം കാർത്തികേട്ടൻ തന്നെ മുൻകൈയെടുത്ത് പറഞ്ഞതിൻ്റെ ആവേശത്തിലായിരുന്നു അവൾ. കുറച്ചു കഴിഞ്ഞതും ഗൗരി പുതിയ ചുരിദാറൊക്കെ ധരിച്ച് കോളേജിൽ പോകാൻ തയ്യാറായി താഴേക്ക് ഇറങ്ങി വന്നു. അവളുടെ മുഖത്തെ ആ തിളക്കവും സന്തോഷവും ആ വീടിൻ്റെ മുഴുവൻ പ്രകാശമായി മാറി. ഹാളിലിരുന്ന ശാരദാമ്മയും കല്യാണിയമ്മയും അവളെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ കൊച്ചു സുന്ദരിയായിരിക്കുന്നു. കോളേജിൽ പോകുമ്പോൾ നന്നായി പഠിക്കണം കേട്ടോ മോളെ, ശാരദാമ്മ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു. തീർച്ചയായും അമ്മേ, ഞാൻ നന്നായി പഠിക്കും, ഗൗരി സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും ഓഫീസിൽ പോകാൻ റെഡിയായി കാർത്തിക് താഴേക്ക് ഇറങ്ങി വന്നു. കോളേജിലേക്ക് തയ്യാറായി നിൽക്കുന്ന ഗൗരിയെ കണ്ട നിമിഷം കാർത്തിക് അവിടെ നിന്നുപോയി. ചുവപ്പ് നിറമുള്ള ചുരിദാറിൽ നെറ്റിയിൽ ഒരു ചെറിയ പൊട്ടുമായി നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ കാർത്തികിൻ്റെ കണ്ണുകൾ അവളിൽ നിന്ന് മാറാൻ മടിച്ചു. ആ ഡ്രസ്സിൽ അവൾ ഏറെ സുന്ദരിയായിരുന്നു. അത്ഭുതത്തോടെയും അടങ്ങാത്ത പ്രണയത്തോടെയും അവളെ തന്നെ നോക്കി നിൽക്കുന്ന കാർത്തികിനെ കണ്ട് കല്യാണമ്മയും ശാരദാമ്മയും രണ്ടുപേരും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ഗൗരിയെ നോക്കി നിന്നിരുന്ന കാർത്തികിനെ ഒന്ന് തട്ടി വിളിച്ചുകൊണ്ട് ശാരദാമ്മ സ്നേഹത്തോടെ ചോദിച്ചു, മോനെ കാർത്തിക്, എങ്ങനെയുണ്ട് എൻ്റെ കൊച്ച്, സുന്ദരിയായില്ലേ? ശാരദാമ്മയുടെ ആ ചോദ്യം കേട്ടാണ് കാർത്തിക് നെട്ടി ഉണർന്നതുപോലെ അവളിൽ നിന്നും നോട്ടം മാറ്റിയത്. പെട്ടെന്നൊരു കള്ളച്ചിരിയോടെ അവൻ ശാരദാമ്മയെ മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു, പിന്നെ നിങ്ങളുടെ മോൾ സുന്ദരിയല്ലേ അമ്മേ, കാണാൻ നല്ല ചന്തമൊക്കെയുണ്ട്. ഇനിയിപ്പോൾ കോളേജിലൊക്കെ പോയി തുടങ്ങിയാൽ നമ്മളെയൊക്കെ മറക്കുമോ എന്തോ അമ്മേ? കോളേജിലെ കൂട്ടുകാരും വിശേഷങ്ങളുമായി നടന്നാൽ പിന്നെ ഇവിടെയുള്ളവരൊക്കെ ഓർമ്മയുണ്ടാകുമോ ആവോ? അത് കേട്ടതും കല്യാണമ്മയും ശാരദാമ്മയും ഉറക്കെ ചിരിച്ചുപോയി. കല്യാണമ്മയുടെയും ശാരദാമ്മയുടെയും മുന്നിൽ വെച്ചുള്ള ആ തമാശയും പരിഭവവും കേട്ട് ഗൗരിയുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു തുടുത്തു. കുറച്ചുനേരം ഹാളിൽ സന്തോഷം നിറഞ്ഞു. ഓഫീസ് ബാഗും കയ്യിലെടുത്തുകൊണ്ട് കാർത്തിക് ഗൗരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, വേഗം വായ ഗൗരി, നേരം വൈകണ്ട, ഞാൻ നിന്നെ കോളേജിൽ കൊണ്ടുപോയി വിടാം. അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. കാർത്തിക് കാറിൻ്റെ താക്കോലും എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു.